ഗാസ തകർന്നു കിടക്കുകയാണ്, ശരിയാണ്. പക്ഷേ ഇത് വീണ്ടും പണി. ഗാസ, ലെബനോന്റെ തെക്ക് ഭാഗം, യോർദാന്റെ ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളെല്ലാം പിടിച്ചെടുക്കുമെന്ന് പറയുന്നു ഇസ്രായേൽ. പിടിച്ചെടുക്കും. ഞാൻ ചോദിക്കോട്ടെ, 2600 വർഷം മുമ്പ് ഇവിടെ എഴുതി വെച്ചിരിക്കുക, അവരെ മടക്കിക്കൊണ്ടുവന്ന് രാജ്യമാക്കിയ പ്രശ്നം തീരും. ഈ ബൈബിള് പറയുന്നത് തീരത്തില്ല. നമ്മൾ TV കാണുന്നില്ലേ? അതിൻ്റെ കാരണം ഇതാണ്. 48 തൊട്ട് 67 വരെ ആ സ്ഥലം യോർദാന്റെ കയ്യിലല്ലായിരുന്നു. യോർദാൻ ഭരിക്കുകയാണ്. എന്തുകൊണ്ട് അന്നേരം ഒരു രാഷ്ട്രം ഉണ്ടാക്കിയില്ല? ലൈഫ് ഫോക്കസിൻ്റെ ഇവാഞ്ചലിസ്റ്റ് ജോൺ ബി തോമസുമായി നടത്തുന്ന ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം, ലോകം മുഴുവൻ ഇസ്രായേലിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം യുദ്ധങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയാക്കുന്നത്? അത് ബൈബിൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ പിറന്നു വീണ ശേഷം യുദ്ധങ്ങൾ മാത്രമാണ് അവർ അഭിമുഖീകരിക്കുന്നത്? അനേക യുദ്ധങ്ങൾ. 48-ൽ മെയ് മാസം 14-ാം തീയതി അവർ സ്വതന്ത്രമായി, ഒരു രാജ്യമായി. അടുത്ത ദിവസം അറബി രാജ്യങ്ങൾ വന്നവരെ വളയുകയാണ്. സെക്കൻഡ് ഡേ അവർ ആ യുദ്ധം ഏതാണ്ട് 13 മാസം നീണ്ടു. അവർ ആ യുദ്ധം കഴിഞ്ഞപ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ അതിരുകൾ വിസ്തൃതമായി. പക്ഷേ അന്ന് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് യെരുശലേം. യെരുശലേം നഷ്ടപ്പെട്ടു. അറബികൾ വീരോടെ പോരാടി. ഏകദേശം 1% ജനസംഖ്യ മരിച്ചുപോയി. അതൊരു വലിയ എണ്ണമാണ് യുദ്ധത്തെക്കുറിച്ച്. ഒരു രാഷ്ട്രത്തിൻ്റെ 1% മരിക്കും. ഈ 1% മരിക്കുന്നത് യെരുശലേം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. യെരുശലേം ഒരു യഹൂദനെ സംബന്ധിച്ച് അതിപ്രധാനമായ സ്ഥലമാണ്. അവന് ലോകത്തിൽ ദേവാലയം പണിയുവാൻ അനുവദിക്കപ്പെട്ട സ്ഥലം യെരുശലേമാണ്. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരേ സ്ഥലത്താണ് അവർ പണിയുന്നത്. ആദ്യം ശലോമോൻ പണിതതും പിന്നീട് ബാബയിൽ നിന്ന് മടങ്ങി വന്നവർ പണിതതും ഇനിയും അവർക്ക് പണിയാനുള്ളതും ഒക്കെ ഹെരോദാവ് പണിതതും ഒക്കെ അവിടെ തന്നെയാണ്. എന്നാൽ ഈ 13 മാസ യുദ്ധത്തിൽ അവരുടെ 1% ആളുകൾ മരിക്കുകയും അവർക്ക് യെരുശലേം നഷ്ടപ്പെട്ടു. അറബികൾ അത് പിടിച്ചെടുത്തു. എന്തുകൊണ്ടാണ് അവരങ്ങനെ അത്രയും പോരാടിയത്? അവരെ സംബന്ധിച്ച് മെക്കയും മെദീനയും കഴിഞ്ഞാൽ 3ാമത്തെ പുണ്യഭൂമിയായത്. അവരെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നു, ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു, മുഹമ്മദ് നബി ഒരു വെള്ളക്കുതിരപ്പുറത്ത് സ്വർഗത്തിൽ പോയത് യെരുശലേമിൽ വന്നാണ്. അവിടെ ഒരു മോസ്കുണ്ട്. ആ മോസ്കിൻ്റെ പേര് അൽ അക്സ മോസ്ക് എന്ന്. ഈ ഡോം ഓഫ് ദി റോക്കിൻ്റെ അടുക്കൽ തന്നെയുള്ളൊരു മോസ്കാണ് അൽ അക്സ. അൽ അക്സ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഫർദറസ്റ്റ് പ്ലേസ് എന്ന, ഏറ്റവും അറ്റത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഏറ്റവും അറ്റത്ത് യാത്ര ചെയ്ത സ്ഥലം. അവിടെ നിന്നൊരു വെള്ളക്കുതിരപ്പുറത്ത് താൻ സ്വർഗത്തിലേക്ക് പോയെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഫലമായി ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അതൊരു പുണ്യഭൂമിയാണ്. മെക്കയും മെദീനയും കഴിഞ്ഞ പുണ്യഭൂമിയാണ്. ആ സ്ഥലം അവർ വീരോടെ പോരാടി 48-ൽ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം അവർ പിടിച്ചെടുത്തു. അതാണ് ഈസ്റ്റ് ജെറുസലേം, അതായത് കിഴക്കൻ യെരുശലേം. അവിടെയാണ് യഹൂദൻ്റെ ദേവാലയം നിൽക്കേണ്ടത്. അത് ജോർദാൻ്റെ കയ്യിലായി. യോർദാന് അത് അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. 48-ൽ അങ്ങനെ യുദ്ധം, 56-ൽ യുദ്ധമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ 67-ലെ 6 ദിവസത്തെ യുദ്ധം ഉണ്ടായി, 6 ഡേ വാർ. അത് കഴിഞ്ഞപ്പോൾ യോം കിപ്പൂർ യുദ്ധം 73-ലുണ്ടായി. അത് കഴിഞ്ഞ് 82-ൽ ലെബനോനിലെ യുദ്ധം ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണയാൽ തീരാത്ത യുദ്ധങ്ങളാണ്, ചെറിയ ചെറിയ യുദ്ധങ്ങളും അല്ലാതെയും നടക്കുന്നത്. ഇപ്പം നടക്കുന്നത് നമ്മൾ ഓർക്കണം, ഗാസയിൽ നിന്ന് കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി അവരെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ അവരോട് തിരിച്ചടിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ പ്രാവശ്യം യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്ന് പറഞ്ഞ ശേഷമാണ് ആരംഭിച്ചത് യുദ്ധം. ആ യുദ്ധം തുടങ്ങിയിട്ട് 1 വർഷം ആകുക. ആ സമയത്ത് തന്നെയാണ് മറുഭാഗത്ത് നിന്ന് ഹെസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദികൾ അവരോട് പോരാടി ആക്രമിക്കുന്നു. അതേസമയം തന്നെ വളരെ ദൂരെ, ഏതാണ്ട് 1800 കിലോമീറ്റർ ദൂരെയുള്ള ഹൂത്തികളുടെ, അതായത് യമനിൽ നിന്ന് അവിടെ നിന്നും മിസൈലുകളും ഡ്രോണുകളും അയച്ച് 1800 കിലോമീറ്ററോളം അവരെ ആക്രമിക്കുന്നു. അങ്ങനെ ഇവരുടെ മാത്രമല്ല, ഇവരുടെ കിഴക്ക് ഭാഗത്തായിട്ട് നോക്കിയാൽ ഇറാനിൽ നിന്നാണ് 180
ഈ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഒരു മിസൈലിന് നമ്മൾ ചിന്തിക്കുന്ന വിലയൊന്നുമല്ല. അതിനേതാണ്ട് എത്രയോ $1 മില്യൺ ഒരു ഒരെണ്ണത്തിനും, ബില്യനോ മറ്റോ. ഇതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിലും ചെയ്താ ഇതിനെക്കാട്ടി കോസ്റ്റാണ് ഒരെണ്ണത്തെ തടസ്സപ്പെടുത്താനായിട്ട് ഇവിടുന്ന് അയക്കുന്ന മിസൈലിന്. അപ്പോൾ ഇതൊരു വലിയ പണം തന്നെ ചെലവഴിച്ചുകൊണ്ടിരിക്കുക യുദ്ധം. എന്നാൽ ഈ യുദ്ധം നമ്മൾ ഓർക്കണം, ഇസ്രായേൽ പിറന്നു വീണ ശേഷം യുദ്ധം തന്നെയാണ്. ബൈബിളിൽ ശ്രദ്ധിക്കപ്പെടാത്തൊരു ഭാഗമുണ്ട്. അതായത് ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം, അതിന് പറയുന്നത് ബാക്ക് ബോൺ ഓഫ് പ്രൊഫസി എന്നാണ്, പ്രവചനത്തിൻ്റെ നട്ടല്ലെന്നാണ്. ഈ ദാനിയേൽ 9 കൃത്യമായിട്ട് പഠിച്ചാൽ പ്രവചന ഭാഗങ്ങൾ കൃത്യമായി ഗ്രഹിക്കാൻ കഴിയും. അവിടെ നമ്മൾ പഠിച്ചാൽ ഒരു 70 ആഴ്ചവട്ടത്തിൻ്റെ ഒരു കണക്കാണ്. ഞാൻ ആ കണക്കിനെക്കുറിച്ചൊന്നും ഇപ്പോൾ എടുക്കാൻ പോകുന്നില്ല. പക്ഷേ അവിടെ ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൻ്റെ അവസാനം, നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതായത് നിൻ്റെ ജനം, ദാനിയേലിനോടാണ് പറയുന്നത്. നിൻ്റെ ജനമെന്ന് പറയുമ്പം യഹൂദനാണ്. നിൻ്റെ ജനത്തിനും വിശുദ്ധ നഗരം എന്ന് പറയുന്നത് യെരുശലേമാണ്. അപ്പോൾ യെരുശലേമിനും യഹൂദന്മാർക്കും 70 ആഴ്ചവട്ടം. ബൈബിളിൻ്റെ കണക്കിൽ ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷമാണ്. അവൻ 490 വർഷം. 70 ആഴ്ചവട്ടം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, യാക്കോബിനോട് പറയുന്നുണ്ട് അവരുടെ ആഴ്ചവട്ടം നിവർത്തിക്കുക, എന്നാൽ റാഹേലിനെ തരാം. 7 വർഷം സേവ ചെയ്തു. അപ്പോൾ 7 വർഷം ഒരാഴ്ചവട്ടമാണ്. നമ്മളിന്ന് ഒരു ജോഡി എന്ന് പറയുന്നു, ഒരു ഡസൻ എന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു പദപ്രയോഗമാണ് സെവൻസ് എന്നുള്ളത് പഴയ നിയമത്തിൽ. അപ്പോൾ 70 ഏഴുകൾ നിയമിച്ചു, 70 ആഴ്ചവട്ടം നിയമിച്ചു. 70 ഗുണം 7 490 വർഷം. ഈ 490 വർഷം എടുക്കും ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളൊക്കെ ഇസ്രായേലിന് കിട്ടാൻ. എന്നാൽ ഇത് 3ആയി തിരിച്ചിട്ടുണ്ട്. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുക്കുന്നു. അർത്ഥശഷ്ട രാജാവാണ് അത് കൊടുത്തത്. അവിടെ മുതൽ അഭിഷിക്തനായ പ്രഭു വരെ, അഭിഷിക്തനായ പ്രഭു, ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തനാണ്. മഷിഹ എന്ന് പറഞ്ഞാലും അഭിഷിക്തനാണ്. എന്നാൽ അഭിഷിക്തനായ പ്രഭു വരെ 69 ആഴ്ചവട്ടമാണ്, 483 വർഷമാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസമേ ഉള്ളൂ ഈ അഭിഷിക്തനായി അല്ലെങ്കിൽ പ്രഭുവായിട്ട് തന്നെത്താൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ബൈബിളിൻ്റെ പ്രവചനത്തിൽ ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്ന സക്കറിയ 9:9 നിവർത്തിക്കുകയാണ്. സിയോൻ പുത്രിയെ, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി നിൻ്റെ അടുക്കൽ വരുന്നു. അത് പ്രവചനങ്ങളിലെ ഏറ്റവും കാതലായ ഒരു പ്രവചനമാണ്. യേശുക്രിസ്തു അവരുടെ മശീഹയാണെന്ന് തിരിച്ചറിയുന്നത്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ യാത്ര ചെയ്യുന്നത് കുതിരപ്പുറത്താണ്. നിൻ്റെ രാജാവ് സൗമ്യനായി ഒരു കഴുതയുടെ പുറത്ത് കയറി നിൻ്റെ അടുക്കൽ വരും. യേശുക്രിസ്തു ഒരു കഴുതപ്പുറത്ത് കയറി ഹോശന്ന ഞായറാഴ്ച, മത്തായി 21 അത് വായിക്കുന്നു. ഒരു ഹോശന്ന ഞായറാഴ്ച AD 32 ഏപ്രിൽ മാസം 6-ാം തീയതി ഒരു കഴുതയുടെ പുറത്ത് കയറി ഈ സക്കറിയ 9:9 നിവർത്തിക്കുകയാണ്. അന്ന് അവർ വസ്ത്രങ്ങൾ ഊരി അവൻ്റെ മുന്നിൽ വിതറി, കുരുത്തോലകളൊക്കെ അവൻ്റെ മുന്നിലിട്ടു. കർത്താവിനെ ഹോശന്ന പാടി സ്വീകരിക്കുന്നു. അഭിഷിക്തനായ പ്രഭു വരെ 69 ആഴ്ചവട്ടം. ഇനി നോക്കിക്കോണം, ഈ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവനാരുമില്ലെന്ന് വരും. എത്ര കൃത്യമാണെന്ന് നോക്കിയേ. കർത്താവ് അന്ന് രാജാവായി അവിടെ പ്രവേശിച്ച് മശിഹാണെന്ന് തെളിയിച്ച ശേഷം ഏതാനും ദിവസത്തിനുള്ളിൽ അവനെ കൊന്നുകളഞ്ഞു. ഇവിടെ വായിക്കുന്നു, അവനെ ഛേദിക്കപ്പെടും, അവനാരുമില്ലെന്ന് വരും. ആരുമില്ലാതെ ഏകനായി ക്രൂശിൽ മരിക്കേണ്ടി വന്നു. എന്നാൽ അടുത്തത് വായിക്കണം, പിന്നെ വരാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം. ഇത് അഭിഷിക്തനായ പ്രഭു അല്ല, വരാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം. പ്രഭുവല്ല, പ്രഭുവിൻ്റെ പടജനം, ആർമി എന്തു ചെയ്യും? നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. നഗരം എന്ന് പറയുന്ന യെരുശലേം, വിശുദ്ധ മന്ദിരം യഹൂദൻ്റെ ദേവാലയം. അപ്പോൾ യഹൂദൻ്റെ ദേവാലയത്തെ നശിപ്പിച്ചതാരാ? ക്രിസ്തുവിൻ്റെ മരണശേഷം 40 വർഷം കഴിഞ്ഞപ്പോൾ റോമാക്കാരാണ് നശിപ്പിച്ചത്, റോമൻ പടയാളികൾ. അപ്പോൾ ഈ വരാനുള്ള പ്രഭു എവിടുത്തുകാരനാണ്? റോമിൽ നിന്നാണ്, പുരാതന റോം.
പഴയ റോമൻ സാമ്രാജ്യം ആരും പിടിച്ചെടുത്തില്ല. AD 475 ശിഥിലീകരിച്ചു പോയി. യൂറോപ്പിൽ കാണുന്ന രാജ്യങ്ങളുണ്ടായി. ആ രാജ്യങ്ങളിൽ നിന്ന് ഇവൻ എഴുന്നേറ്റ് വരും, ഒരു ഭരണകർത്താവ് എഴുന്നേറ്റ് വരും. ആ ആള് ഒരാഴ്ചവട്ടത്തോട്, ഇവിടെ നമ്മൾ വായിക്കുന്ന അവനൊരാഴ്ചവട്ടത്തോട് പലരോട് നിയമത്തെ കഠിനമാക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹി വിൽ മേക്ക് എ സ്ട്രോങ് കവനൻ്റ് എന്നാണ്. അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ ഇസ്രയേലിനെ നിർബന്ധിച്ച് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെപ്പിക്കും. എന്നാൽ ഈ 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഈ ഒപ്പുവെപ്പിക്കുന്നുണ്ടല്ലോ, ഒരാഴ്ചവട്ടം, അതാണ് 7 വർഷം. അതാണ് നമ്മൾ പറയുന്നത് 7 വർഷം മഹോപദ്രവ കാലഘട്ടമാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു സമയമുണ്ട്. ആ സമയം എത്ര നാളാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. സഭ പണിയപ്പെടുന്ന കാലഘട്ടം. ക്രിസ്തു മരിച്ചു, അതിനുശേഷം സഭയുടെ പണി നടക്കുകയാണ്. അത് നടന്നു കഴിയുമ്പോൾ 70-ാം ആഴ്ചവട്ടം തുടങ്ങും, 70th week. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ കാലഘട്ടം എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്താണെന്നറിയാമോ? അവസാനത്തോളം യുദ്ധവും ശൂന്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടു. ഇംഗ്ലീഷിൽ വായിച്ചാൽ വാർ ആൻഡ് ഡെസൊലേഷൻ. ഈ 69 ആഴ്ചവട്ടം കഴിഞ്ഞ് അന്തിക്രിസ്തു വരുന്ന കാലഘട്ടം 70-ാം ആഴ്ചവട്ടം തുടങ്ങുമല്ലോ. അന്ന് വരെ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്, യുദ്ധങ്ങളായിരിക്കും. വാർ ആൻഡ് ഡെസൊലേഷൻ, ശൂന്യതയും യുദ്ധങ്ങളും. ഇസ്രായേൽ പിറന്നു വീണ ശേഷം യുദ്ധമില്ലാത്ത കാലഘട്ടമുണ്ടോ? അവരുടെ മുഴുവൻ ജനങ്ങളും, അതായത് അവരുടെ ഓർത്തഡോക്സ് ആളുകളുണ്ട്, ഈ കറുത്ത ഗൗണൊക്കെ ഇട്ട് ഈ തല തൊപ്പിയൊക്കെ വെച്ച് തലമുടിയൊക്കെ നീട്ടി ഇങ്ങനൊക്കെ മീശയെല്ലാം വളർത്തി അവർ ഈ യെരുശലേമിൻ്റെ ചുറ്റും കാണും. അവർ ഒരു 20% കാണുമെന്നാണ് പറയുന്നത്. അവർ യുദ്ധത്തിൽ അവർക്ക് ആർമി സെർവ് ചെയ്യേണ്ട, അവർ ഈ റിലീജിയസ് കാര്യങ്ങൾ നോക്കിയാൽ മതി. എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുപാട് പേരെ അങ്ങനെ കാണാം. അവർക്ക് യുദ്ധത്തിൽ സേവ ചെയ്യേണ്ട. ബാക്കി എല്ലാവരും ട്രെയിൻഡ് സോൾജേഴ്സാണ്. കാരണം അവർക്ക് ആയുധങ്ങൾ നിലത്ത് വെക്കാൻ നേരമില്ല. അവർ യുദ്ധങ്ങളും ശൂന്യതകളും നിർണ്ണയിച്ചിരിക്കുകയാണ്. ആര് നിർണ്ണയിച്ചു? ദൈവം നിർണ്ണയിച്ചിരിക്കുകയാണ്. ആ യുദ്ധങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം കാണുന്ന യുദ്ധം കാണുമ്പോൾ പെട്ടെന്ന് ആളുകൾ പറയും ഇപ്പം ഗാസ നിർജ്ജനമായി, പിടിച്ചു എടുത്തു. നമ്മൾ ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ പ്രവചന ഭാഗങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 വർഷത്തിൽ കൂടുതലായി, 50 വർഷത്തോളമായി. ചെറുകയിരുന്ന് പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥി, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുക. ഗാസ നിർജ്ജനമാകുമെന്ന് സഫന്യ പ്രവചനത്തിലുണ്ട്. അതിൻ്റെ 4-ാം വാക്യത്തിൽ ഗാസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി വരും, അസ്തോദിനെ അവൻ മധ്യാഗ്നത്തിൽ നീക്കിക്കളയും. ഈ പറയുന്ന 3 ഭാഗവും ഗാസയുടെ പ്രദേശത്തുള്ള ഭാഗങ്ങളാണ്. പക്ഷേ ഈ ഗാസ നിർജ്ജനമാകുമെന്ന് പറഞ്ഞത് എപ്പോഴാണെന്ന് ആരും പറയുന്നില്ല. ഇതെപ്പോഴാണ് ശൂന്യമാകുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം തുടങ്ങി താഴോട്ട് വായിച്ചാൽ മതി. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. യഹോവയുടെ ദിവസം, ഡേ ഓഫ് ദ ലോർഡ്. പ്രവചനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നറിയാം. മധ്യാകാശത്തിൽ സഭ മാറ്റപ്പെട്ട ശേഷമുള്ള കാലഘട്ടമാണ്. മഹോപദ്രവ കാലഘട്ടവും തുടർന്നുള്ള സമയത്തിനാണ് ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സർവ്വവും യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവിടെ വെള്ളിക്കും പൊന്നിനും അവർ രക്ഷിപ്പാൻ കഴിയില്ല. സർവ്വഭൂമിയും അവൻ്റെ തീഷ്ണാഗ്നിയിൽ ഇരയാകും, സകല ഭൂവാസികളും അവന് ശീഘ്രനാശം സംഭവിക്കും. എന്നിട്ട് താഴോട്ട് പറയുന്നുണ്ട്, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പ് കൂടി വരുവീൻ, അതെ കൂടി വരുവീൻ എന്ന് പറഞ്ഞിട്ട് ആ കാലഘട്ടം. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറിഞ്ഞിരിക്കാം, ഗാസ നിർജ്ജനമാകും. ഒരു കാര്യം തീർത്ത് ഞാൻ പറയട്ടെ, ഈ ഗാസ ഇന്ന് ശൂന്യമായി കിടക്കുകയാണ്. ഇന്നത്തെ ഈ തകർച്ച കണ്ടിട്ട് പലരും കരുതുന്നുണ്ട് ഇത് ഈ പ്രവചന നിവൃത്തിയാണെന്ന്. ഇവിടെ പറഞ്ഞ പ്രവചന നിവൃത്തിയല്ല ഈ കാണുന്നത്. ഗാസ തകർന്നു കിടക്കുകയാണ്, ശരിയാണ്. പക്ഷേ ഇത് വീണ്ടും പണിയും, ഇത് വീണ്ടും പണിയും. ഇത് പണിതിട്ട് ഞാൻ മറ്റൊരു വേദഭാഗം കാണിക്കാം. ഈ ഗാസ ഇവർ പിടിച്ചെടുക്കും, ഇസ്രായേൽ പിടിച്ചെടുക്കും. അത് ഒബദ്യ പ്രവചനത്തിലുണ്ട്. ഒബദ്യ പ്രവചനത്തിൽ ഈ ഇന്ന് കാണുന്നത് ലെബനോൻ്റെ സദേൺ സൈഡ്, അതായത് തെക്ക് ഭാഗത്താണ് യുദ്ധം നടക്കുന്നത്. കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ തെക്ക് ഭാഗവും പിടിച്ചെടുക്കും, ഗാസയും പിടിച്ചെടുക്കുമെന്ന്. അത് പിടിച്ചെടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ
ഈ ഉപദ്യ പ്രവചനം പലരുടെയും ധാരണ അത് നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ തെളിയിക്കാൻ പോയാൽ നമ്മുടെ ഈ സമയത്തിനുള്ളിൽ തീരില്ല. എന്നാൽ ഞാൻ എടുത്ത് പറയാം, ഇത് നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ ഉപദ്യ പ്രവചനം 21-ാം വാക്യത്തിൽ രാജ്യത്വം യഹോവയ്ക്കാകും. 15-ാം വാക്യം സകല ജാതികൾക്ക് യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. വീണ്ടും നോക്കി, ഡേ ഓഫ് ദ ലോർഡ്, മഹോപദ്രവ കാലഘട്ടം, ഉൽപ്രാപണം കഴിഞ്ഞുള്ള സമയം, എല്ലാ ജാതികൾക്കും അത് വന്നിരിക്കുക. ദൈവം അന്ന് നേരിട്ട് ഇടപെടുന്ന ഒരു കാലഘട്ടം. അന്ന് 18-ാം വാക്യം, അന്ന് യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. ആ വാക്കുണ്ടോ? യാക്കോബ് ഗൃഹം, അതായത് ഇസ്രായേൽ തങ്ങളുടെ അവകാശങ്ങളെ കൈവശപ്പെടുത്തും. ആ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് താഴോട്ട് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ദൈവമേ, ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കിയേ, യേശാവിൻ്റെ പർവ്വതവും താഴ്വീതിയിലുള്ളവർ ഫെലിസ്ത്യ ദേശവും കൈവശമാക്കും. ഏതാണ് യേശാവിൻ്റെ പർവ്വതം? യേശാവിൻ്റെ പർവ്വതമാണ് യേശാവിൻ്റെ സന്തതി വസിക്കുന്ന ജോർദാനാണ്. ജോർദാൻ്റെ തെക്ക് ഭാഗമാണ്. എന്നാൽ അടുത്തത് ഫെലിസ്ത്യ ദേശം. ഫെലിസ്ത്യ ദേശം എന്ന് പറയുന്നത് ഗാസയാണ്. ഫെലിസ്ത്യ ദേശത്തിലാണ് ഗാസയുടെ പ്രദേശം. ആ ഗാസ ഇവരെ പിടിച്ചെടുക്കും. പക്ഷേ എപ്പോഴാണ്? യഹോവയുടെ കോപ ദിവസത്തിലാണ്. അന്ന് നമ്മളിവിടെ വായിച്ച് യാക്കോബ് തങ്ങളുടെ അവകാശങ്ങളെ കൈവശപ്പെടുത്തും. ഇനി വേണ്ട, സാരഫത്ത് വരെ കനാന്യർ അവർ പിടിച്ചെടുക്കുമെന്ന് പറയും. സാരഫത്തിലെ വിധവയെക്കുറിച്ച് തിരുവചനത്തിൽ വായിക്കുന്നു. സാരഫത്ത് ഏതാണ്? സദൺ ലെബനോനാണ്. ലെബനോൻ്റെ തെക്ക് ഭാഗമാണ്. അപ്പോൾ ലെബനോൻ്റെ തെക്ക് ഭാഗത്തിലും ഗാസയിലും ഇന്ന് യുദ്ധം നടക്കുന്നുണ്ട്. ഇത് രണ്ടും ദൈവം പറഞ്ഞു, ഇസ്രായേൽ ഗൃഹം യാക്കോബ് തങ്ങളുടെ അവകാശങ്ങളെ കൈവശപ്പെടുത്തുമ്പോൾ ഈ സ്ഥലം പിടിച്ചെടുക്കും. ഇന്നതിൻ്റെ മുന്നോടിയായി കാര്യങ്ങൾ നടക്കുന്നെന്നുള്ളതല്ലാതെ ഈ പ്രവചനങ്ങളുടെ നിവൃത്തിയല്ല ഈ യുദ്ധങ്ങൾ. അത് സംഭവിക്കും. അന്ന് അവർ ഈ സ്ഥലം പിടിച്ചെടുക്കും. അവരുടെ സ്ഥലങ്ങളാണിത്. അവർ പിടിച്ചെടുക്കും. ഇവിടെ കുറേ പേരുകൾ പറയുന്നുണ്ട്. ഞാനതിരുന്ന് ഒരുപാട് ഇരുന്ന് ധ്യാനിക്കുകയും നോക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനിതിൽ ജോർദാനിലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ജോർദാനികൾ ആരാ? ജോർഡാനികൾ ആക്ച്വലി പലസ്തീനികളാണ്. ഈ ലെബനോൻ്റെ തെക്ക് ഭാഗത്ത് താമസിക്കുന്ന ആരാ? ഇപ്പം യുദ്ധം ചെയ്യുന്ന നമ്മൾ ഹെസ്ബുള്ള എന്നൊക്കെ പറയുന്ന ആരാ? ഇത് മിക്കവാറും പലസ്തീനികളാണ്. പലസ്തീനികൾ പാർക്കുന്ന പ്രദേശമാണ് ഈ ഗാസ, ലെബനോൻ്റെ തെക്ക് ഭാഗം, ജോർദാൻ്റെ ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളെല്ലാം പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. ഇസ്രായേൽ പിടിച്ചെടുക്കും. ചുറ്റും കിടക്കുന്നവരെ അവർ പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ ഓർക്കണം. പക്ഷേ ഇന്ന് അവർക്ക് യുദ്ധങ്ങളുണ്ട് എന്നുള്ളത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധങ്ങളെല്ലാം വിജയം ഇസ്രായേലിനൊപ്പം തന്നെയാണ്. അത് ദൈവം പറഞ്ഞു. ദൈവം അവർക്ക് അനുകൂലമായിട്ടിരിക്കുമ്പോൾ അവർ പരാജയപ്പെടത്തില്ല. മാത്രമല്ല, കഴിഞ്ഞ 2000 വർഷം അവർ വിജയം കണ്ടിട്ടില്ല ഒരു യുദ്ധത്തിലും. അവർക്ക് യുദ്ധം ചെയ്യാൻ പ്രാപ്തിയില്ല. പക്ഷേ അവർ രാജ്യമായ ശേഷം ഒരു യുദ്ധത്തിലും അവർ തോറ്റിട്ടില്ല. അവർ തോറ്റാൽ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം, അല്ലെ ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധം, ഒരാൾ ജയിച്ചു ഒരാൾ തോറ്റു. പക്ഷേ ഇസ്രയേൽ എന്ന് തോക്കുന്നോ അന്ന് ഇസ്രയേലിലെ ഒരു പുരുഷനും സ്ത്രീയും കുഞ്ഞും കാണത്തില്ല, എല്ലാത്തിനെയും കൊന്നുകളയും. അതുകൊണ്ട് അവർ തോൽക്കാൻ സമ്മതിക്കത്തില്ല. അവർ വീരോടെ പോരാടും. യാതൊരു നിവൃത്തിയുമില്ലെങ്കിൽ അവരവസാനം ദൈവജനത്തിൽ വായിക്കുന്ന പോലെ അവർ ന്യൂക്ലിയർ യുദ്ധം ഉപയോഗിക്കും. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ പേര് ഒത്തിരി ഫെമിലിയർ ആണല്ലോ എല്ലാവർക്കും. അപ്പോൾ ആ ഒരു ഏരിയയെ പറ്റി ഒന്ന് പറയാമോ? അത് ഏതൊക്കെ ഏരിയ വരുന്നതാണ് ഈ വെസ്റ്റ് ബാങ്ക്? പറയാം. വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ബൈബിളിൽ ശ്രദ്ധിക്കേണ്ട ഒരു 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 ഭാഗമാണ്. ഞാൻ പ്രാരംഭമായി പറയട്ടെ. ദൈവം 3 പ്രാവശ്യം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, ഈ ദേശം നിനക്കുള്ളതാണ്. 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത് വെസ്റ്റ് ബാങ്കിലാണ്. ഞാൻ വേണേ ആ ഭാഗങ്ങൾ എടുക്കാം, അതായത് പറഞ്ഞു പോകാം, കാരണം എല്ലാം വായിച്ചാൽ. ഉൽപ്പത്തി പുസ്തകം 12-6 തൊട്ട് 7 വരെ ഷേഖേം മോറയിൽ ദൈവത്തോട് വെച്ച് പ്രത്യക്ഷപ്പെട്ടു. അത് വെസ്റ്റ് ബാങ്കിലാണ്. 2 ഉൽപ്പത്തി 13 വാക്യത്തിൽ ബഥേലിനും ഹായിക്കും ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് വെസ്റ്റ് ബാങ്കാണ്. വീണ്ടും 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ഹെബ്രോനിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു. ഹെബ്രോൻ വെസ്റ്റ് ബാങ്കിലാണ്. ഈ 3 പ്രദേശത്തും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം പറഞ്ഞു, ഈ സ്ഥലം നിനക്കും നിൻ്റെ സന്തതിക്കും ഉള്ളതാണ്, വെസ്റ്റ് ബാങ്ക്. അപ്പോൾ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നതിൻ്റെ പേര്
നമ്മൾ ഓർക്കണം, വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെർമോൻ പർവ്വതത്തിൽ നിന്നൊരു നദി തുടങ്ങി, ജോർദാൻ നദി. ആ നദി ഇങ്ങനെ താഴോട്ട് ഒഴുകി ഒഴുകി ചാവുകടലിൽ വന്ന് വീഴുകയാണ്, ഡെഡ് സീയിൽ. അതിൻ്റെ ഈസ്റ്റ് സൈഡിൽ, അതായത് ഈ ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് ജോർദാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം വെസ്റ്റ് ഭാഗത്ത് ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് വെസ്റ്റ് ബാങ്ക്. അങ്ങനെയാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. എന്നാൽ ബൈബിളിൽ അതിന് വെസ്റ്റ് ബാങ്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ ബൈബിളിൻ്റെ ഒരുപാട് പ്രവചന ഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭാഗത്തിന് ജൂഡിയ ശമരിയ എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ജൂഡിയ ശമരിയ. ഈ ജൂഡിയ ശമരിയയെക്കുറിച്ച് എസെക്കിയേൽ 35, 36, 37, 38, 39. 35, 36, 37, 38, 39. എസെക്കിയേൽ 5 അധ്യായങ്ങൾ അതിൻ്റെ വിഷയം വെസ്റ്റ് ബാങ്കാണ്. ഇനി വെസ്റ്റ് ബാങ്ക് ആണോ എന്ന് എങ്ങനെ അറിയാം? നമ്മൾ നോക്കിയാൽ ഈ 5 അധ്യായത്തിൽ ഒരു പ്രത്യേക ഭാഗം എടുത്ത് പറയുന്നുണ്ട്. ഏതാണെന്നറിയാമോ? 35-ൻ്റെ 12-ാം വാക്യം, ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്കിരയായി നൽകപ്പെട്ടു. ഒരു ഇസ്രായേലിൻ്റെ മാപ്പ് എടുത്ത് നോക്കുക. എൻ്റെ കയ്യിലൊരു മാപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല, ക്ഷമിക്കണം. പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയ മാപ്പ്. ആ മാപ്പിൻ്റെ പ്രത്യേകത, മലകളെല്ലാം എംബോസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇസ്രായേൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഞാൻ ആ മാപ്പ് എടുത്ത് വെച്ച് ചിലപ്പോൾ ഇങ്ങനെ നോക്കും. നമ്മൾ നോക്കിയാൽ ഇസ്രായേലിൻ്റെ പർവ്വതങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവരുടെ സെൻട്രൽ പാർട്ടിലാണ്. ജൂഡിയ താഴെ, മുകളിൽ ശമരിയ. ഈ ജൂഡിയ ശമരിയ പർവ്വതത്തിൻ്റെ ഭാഗമാണ്. 36-ാം അധ്യായം എടുക്കാം. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ച് പറയണം. ദൈവത്തിന് പറഞ്ഞാൽ പോരായിരുന്നോ ഇസ്രായേലിനോട് പറയണമെന്ന്? ദൈവം എന്തിനാ ഇസ്രായേൽ പർവ്വതങ്ങളോട് പറയണമെന്ന് പറഞ്ഞേ? ഇതിൽ 36-ാം അധ്യായം. 37-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഇസ്രായേൽ വീണ്ടും ഒരു രാഷ്ട്രമായി തീരുന്ന കാര്യമാണ്. അവിടെയും 22-ാം വാക്യത്തിൽ, ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതത്തിൽ തന്നെ ഏകജാതിയാക്കും. 37-ാം അധ്യായത്തിലും ഇസ്രായേൽ പർവ്വതത്തിൻ്റെ വിഷയം. 38-ാം അധ്യായം, റഷ്യ അവരെ ആക്രമിക്കുന്നു. 8-ാം വാക്യം, നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ വരും. 39-ാം അധ്യായം 2-ാം വാക്യം, നിന്നെ വഴിതെറ്റിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. 4-ാം വാക്യത്തിൽ ഇസ്രായേൽ പർവ്വതങ്ങളിൽ നീ വീഴും. അപ്പോൾ ഈ 5 അധ്യായങ്ങളിൽ ഇസ്രായേൽ പർവ്വതം എന്നെടുത്ത് പറയുന്നത് വെസ്റ്റ് ബാങ്കാണ്. വെസ്റ്റ് ബാങ്കാണ്. ആദ്യത്തെ അധ്യായം 35, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്, മനുഷ്യപുത്ര, സെയീർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് നീ പറയണം. ഈ സെയീർ പർവ്വതം എന്ന് പറഞ്ഞാൽ ഏതാ? സെയീർ പർവ്വതം എന്ന് പറഞ്ഞാൽ ആവർത്തനം 2-ന്റെ ആദ്യത്തെ 5 വാക്യം വായിച്ചാൽ, ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ സെയീർ പർവ്വതത്തിൻ്റെ അവിടെ വന്നു. അതിലെ കടന്നങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഒന്നും എടുക്കത്തില്ല, ഇനി വെള്ളം കുടിച്ചാൽ പോലും അതിൻ്റെ പൈസ തരാം. അതിലെ വിട്ടില്ല, വാളും കൊണ്ട് വന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, സെയീർ പർവ്വതം ഞാൻ ഏശാവിന് കൊടുത്തിരിക്കുക, നീ ചുറ്റിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ സെയീർ പർവ്വതത്തിൽ ആരാ വസിക്കുന്നത്? ഏശാവിൻ്റെ വംശം. സെയീർ പർവ്വതത്തിൽ. ഈ സെയീർ പർവ്വതം എന്ന് പറയുന്നത് ജോർദാൻ്റെ ഭാഗത്താണ്, തെക്ക് ഭാഗമാണ് സെയീർ പർവ്വതം. അപ്പോൾ അറബി രാജ്യങ്ങളുടെ ഒരു രത്നച്ചുരുക്കമാണ് ഈ സെയീർ പർവ്വതം. അവർ പറയുന്നത് എന്താ? ഈ പർവ്വതം ഞങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഇവർ ക്ലെയിം ചെയ്യുന്നത് എന്തുവാ? വെസ്റ്റ് ബാങ്ക് അവരുടേതാണ്. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ അത് വേണം. ഞാൻ ചോദിക്കോട്ടെ, 2600 വർഷം മുമ്പ് ഇവിടെ എഴുതി വച്ചിരിക്കുക. എന്താണ് നമ്മൾ പറയും? ഇന്നത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നത് രാഷ്ട്രീയ പ്രശ്നമാണ്. പലസ്തീനികളെ അവിടുന്ന് ഓടിച്ചു, ഇസ്രായേൽ അത് കൈവശപ്പെടുത്തി, അവരെ മടക്കിക്കൊണ്ടുവന്ന് ഒരു രാജ്യമാക്കിയ പ്രശ്നം തീരും. ഈ ബൈബിൾ പറയുന്നത് തീരില്ല. എന്താ ഇവിടെ പറയുന്നത്? ഈ സെയീർ പർവ്വതത്തോട് ഇവിടെ പറയുന്ന സെയീർ പർവ്വതത്തിൽ വസിക്കുന്ന ഏശാവിനോട് പറയുന്നുണ്ട് 5-ാം വാക്യത്തിൽ, നീ നിത്യവൈര്യം ഭാവിച്ചു. ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യമായ അവരുടെ ആപത്ത് കാലത്ത് നീ അവരെ വാളിനെ ഏൽപ്പിച്ചുവല്ലോ.
അവൾ ഇവിടെ രേഖപ്പെടുത്തിയൊരു വാക്യം നോക്കിയാൽ ദൈവം പറയുന്നു നിത്യവൈര്യം, ആൻഷ്യൻ ഹേറ്റർനെസ്. എപ്പം തുടങ്ങിയതാ? അബ്രഹാമിൻ്റെ കൂടാരത്തിൽ തുടങ്ങിയതാണ്. യാക്കോബിനെ കൊല്ലാൻ ഏശാവ് പ്ലാനിട്ടു. ഏശാവോട് ഓടിപ്പോയി. നമ്മൾ പിന്നീട് ഞാൻ കുറച്ച് എഴുതി വച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചു. ഇവരുടെ ഈ നിത്യവൈരമെന്ന് ദൈവം പറയുമ്പോൾ ഞാൻ എഴുതി വെച്ചു, എല്ലാം എടുക്കുന്നില്ല. നമ്മൾ നോക്കിയാൽ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ 400 വർഷം കഴിഞ്ഞ് ഇസ്രയേൽ ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ അവരെ വാളും കൊണ്ടാണ് നേരിട്ടത്. ശൗല് രാജാവായി, ആദ്യത്തെ രാജാവ്. 1 ശമൂവേൽ 14:47 വാക്യം നോക്കി, ഏദോമിനോട് യുദ്ധം ചെയ്യുന്നു. 2 ശമൂവേൽ 8:14 ദാവീദ് ഏദോമിനോട് യുദ്ധം ചെയ്യുന്നു. 1 രാജാക്കന്മാർ 11:14 ശലോമോൻ്റെ കാലത്തും യുദ്ധമുണ്ടാകുന്നു. 2 രാജാക്കന്മാർ 14:10 അമസ്യാവിൻ്റെ കാലത്തും ഏദോമരെ തോൽപ്പിക്കുന്നു. എന്തിനു പറയുന്നു? ഒബദ്യാവ്, ആമോസ്, ഇങ്ങനെ ജെരമ്യാവ് ഞാൻ എടുത്തു വെച്ചു. ദൈവം പറഞ്ഞ വാക്ക് നോക്കി, നീ നിത്യവൈരം. അതായത് ഇസ്രായേലിൻ്റെ ചരിത്ര ആരംഭം തൊട്ട്, അവരൊരു രാജ്യമായി ഈജിപ്തിൽ നിന്ന് വരുന്ന കാലം തൊട്ട് ഇവരുടെ വാളുമായിട്ട് ഇവരോട് യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. ഇന്നത്തെ യുദ്ധത്തിൻ്റെ പുറകിൽ എന്തുവാ കാര്യം? പുരാതന വൈരാഗ്യമാണ്. അത് ജീനുക്കളിൽ കടന്ന് കൊച്ചു കുട്ടികൾ വരെ അവർക്കെതിരായി ഈ ശബ്ദമുയർത്തുന്നതും ഇവരെ കൊല്ലണമെന്ന് പറയുന്നതും ഒക്കെ നമ്മൾ TV കാണുന്നില്ലേ? അതിൻ്റെ കാരണം ഇതാ, ഇത് നിത്യവൈരാഗ്യമാണ്. ഈ വൈരാഗ്യം ആ സ്ഥലം വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ് ആ പ്രശ്നം തീരത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇത് നിത്യവൈരാഗ്യമാണ്. അവർക്ക് വേണ്ടിയത് ഈ പലസ്തീൻ്റെ ഈ വെസ്റ്റ് ബാങ്കാണ്. ആ വെസ്റ്റ് ബാങ്കിലാണ് യെരുശലേം എന്ന് പറയുന്ന സ്ഥലം. വെസ്റ്റ് ബാങ്കിൻ്റെ അകത്തുള്ളൊരു സ്ഥലമാണ് യെരുശലേം. ഈ യെരുശലേം തലസ്ഥാനമായി വെസ്റ്റ് ബാങ്ക് അവർക്ക് രാജ്യമായി വേണം. ഞാൻ ഇനി ഒരു കാര്യം പറയാം. 1948 ഇസ്രായേൽ സ്വതന്ത്രമായപ്പോൾ അന്ന് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ UN മുന്നോട്ട് പ്രപ്പോസൽ വെച്ച് സ്ഥലം കൊടുത്തതാണ്. അന്ന് അക്സെപ്റ്റ് ചെയ്തില്ല. അന്ന് അവരത് മേടിക്കാൻ എന്നാണെന്നറിയോ? അവരത് മേടിച്ചാൽ ഇസ്രായേൽ രാജ്യമായി തീരുന്നത് അവർ അംഗീകരിക്കണം. അത് അംഗീകരിക്കാൻ മനസ്സില്ലായിരുന്നു. അത് അംഗീകരിക്കാൻ മനസ്സില്ലാഞ്ഞത് കൊണ്ട് അവർ തിരസ്കരിച്ചു. അല്ലായിരുന്നെങ്കിൽ പലസ്തീനികൾക്ക് 48 തന്നെ ഒരു രാജ്യം ഉണ്ടാക്കാമായിരുന്നു. ഞാൻ പോകട്ടെ, 48 തൊട്ട് 67 വരെ ആ സ്ഥലം യോർദാൻ്റെ കയ്യിലല്ലായിരുന്നു. യോർദാൻ ഭരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് അന്നേരം ഒരു രാഷ്ട്രം ഉണ്ടാക്കിയില്ല? ഞങ്ങളെ കേൾക്കുന്നവരെ ശ്രദ്ധിക്കണേ. അന്ന് എന്തുകൊണ്ടൊരു രാജ്യം ഉണ്ടാക്കിയില്ല? ഇസ്രയേൽ 1967 യുദ്ധത്തിൽ ഈ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു, ഗാസ പിടിച്ചെടുത്തു, ഗോളൻ ഹൈറ്റ്സ് പിടിച്ചെടുത്തു. ആ സ്ഥലങ്ങൾ അവരോട് യുദ്ധത്തിന് വന്നതാണ്. അവരിത് പിടിച്ചെടുത്തപ്പോൾ, ഇന്ന് അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ രാജ്യം ഉണ്ടാക്കണം. ഈ പറയുന്ന ഈ യുദ്ധങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പുരാതന വൈരാഗ്യമാണ്. നമ്മൾ നോക്കിയാൽ ഈ ഹെസ്ബുള്ളയുടെ അവരെന്തിനാണ് രൂപീകരിച്ചത്? ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യണം. ഹമാസ് എന്തിനാണ് രൂപീകരിച്ചത്? ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യണം. ഈ ബൈബിളിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടെ വെച്ച് പഠിച്ചെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. ഹൂത്തികൾ എന്തിനാണ്? ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യണം. PLO എന്ന് പറയുന്ന എന്തിനു ഫോം ചെയ്തു? ഇസ്രയേലിനെ ഇല്ലാതാക്കണം. ഇവരുടെ എല്ലാ ലക്ഷ്യം ഇസ്രയേലിനെ ഇല്ലാതാക്കണം. 67 അറബി രാജ്യങ്ങൾ ഒന്നിച്ച് യുദ്ധത്തിന് വരുമ്പോൾ അബ്ദുൽ നാസറാണ് പറഞ്ഞത് റേഡിയോയിലൂടെ. ഈജിപ്ഷ്യൻ റേഡിയോയിലൂടെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു ബൈബിൾ വേഴ്സാണ് കോട്ട് ചെയ്തതെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. 83-ാം സങ്കീർത്തനത്തിൽ നിന്ന് താൻ എടുത്ത് പറഞ്ഞൊരു വാക്യം, ആ 67 യുദ്ധത്തിൽ പറഞ്ഞ വാക്യം. അന്ന് അറബികളെല്ലാം കൂടി തീർച്ചയായിട്ടും ഇസ്രയേലിനെ ഇല്ലാതാക്കാം. അന്നേരം അവർ ഈ അബ്ദുൽ നാസർ UAE പ്രസിഡൻറ്റ്, അതായത് ഈജിപ്തിൻ്റെ പ്രസിഡൻറ്റ്, അദ്ദേഹം റേഡിയോയിലൂടെ പറഞ്ഞ ഇതേ വാക്കാണ് പറഞ്ഞത്. ഏത് വാക്കാണെന്നറിയാമോ? അതിൻ്റെ 83-ാം സങ്കീർത്തനം 4-ാം വാക്ക്, വരുവീൻ, ഇസ്രയേൽ ഒരു ജാതി ആയിരിക്കാതെ വേണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേരിനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. അവർ അങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. എന്നിട്ട് ദൈവം പേര് പറഞ്ഞു, ഇന്ന രാജ്യങ്ങൾ. ഈ വാക്ക് കണ്ടോ?
വരുവീൻ ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം അവരെ മുടിച്ചു കളയാം. ഇതല്ലേ ഇന്നും കേൾക്കുന്നത്? ഹെസ്ബുള്ള എന്തിനുണ്ടാക്കി? ഹാമാസ് എന്തിനുണ്ടാക്കി? ഹൂത്തികൾ എന്തിനുണ്ടാക്കി? PLO എന്തിനുണ്ടാക്കി? എല്ലാ ഭീകര സംഘടനകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രയേൽ രാജ്യമായിരിക്കാതെ വണ്ണം അവരെ നിഗ്രഹിക്കണം. എങ്ങനെ സമാധാനമാകും? ആര് സമാധാനം ഉണ്ടാക്കും? ഇസ്രയേൽ കുറ്റക്കാരാണെന്ന് എല്ലാവരും പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇസ്രയേൽ ആയുധങ്ങൾ താഴെ വെച്ചാൽ ഇസ്രയേൽ രാജ്യമായിട്ട് കാണുമോ? അവരുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളെയും ഒന്നും ജീവനോടെ കാണിക്കത്തില്ല. എല്ലാവരെയും കൊന്നുകളയും. കാരണം പുരാതന വൈരാഗ്യം അവരുടെ ബ്ലഡിൽ, ജീനുക്കളിൽ, DNA കിടക്കുകയാണ്. അപ്പം അവർക്ക് ഇനിയും ഈ കുത്തിക്കുന്ന ഈ ചുറ്റും കിടക്കുന്നവരുടെ ഉപദ്രവം ഇല്ലാത്തൊരു സമയം വരും. അത് വരും. അത് ക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിലാണ് സംഭവിക്കുന്നത്. അത് ഇവിടെ വായിക്കുന്നുണ്ട്. ദൈവം എടുത്തു പറയുന്നു, എസെക്കിയേൽ 36:7. അതുകൊണ്ട് യഹോവയുടെ കർത്താവ് ഇപ്രകാരം, നിങ്ങൾ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കുമെന്ന് കൈവർത്തി സത്യം ചെയ്യും. ദൈവം കൈവർത്തി സത്യം ചെയ്യുകയാണ്. ഇസ്രയേലിനുള്ള ബന്ധത്തിൽ ചുറ്റുമുള്ള രാജ്യങ്ങൾ ലജ്ജ വഹിക്കേണ്ടി വരും. ലോക സംഭവങ്ങൾ ഇന്ന് കർത്താവിൻ്റെ വരവിനെ വിളിച്ചോതുകയാണ്. അത് കേവലം നമ്മൾ മനുഷ്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയല്ല, ദൈവാത്മാവിനാൽ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കേട്ടതുപോലെ ഏകദേശം 2000-അപ്പുറം വർഷങ്ങൾ മുൻപ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിച്ച ഈ രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷ പ്രാപിച്ചവരായി തീർന്നിട്ടുണ്ടോ? ആ ഗണത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ ചിന്തിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. അങ്ങനെയല്ലെങ്കിൽ എത്രയും വേഗം ആ നിലയിൽ നിങ്ങൾ യേശുവിനായിട്ട് നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുക, യേശുവിനെ രക്ഷകനായിട്ട് ഉള്ളിൽ സ്വീകരിക്കുക, ദൈവമക്കളായി തീരുക. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. അതിൻ്റെ അഡ്രസ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.